കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 3.0. ലേൺവൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 3.0 ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നോട്ട് ഡൗൺ ചെയ്യുക. 7592939616 എന്നതാണ് ആ നമ്പർ. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ്. താങ്ക് യു. ഹലോ എവ്രിവൺ. നമ്മൾ ഇന്ന് നോക്കുന്നത് ലേൺവൈസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. അൾട്ടിമേറ്റ് അനാലിസിസ് 3.0 ഭാഗമായിട്ട് വരുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് MCO06, അതായത് MCO06 അതായത് നമ്മുടെ MCOM സെക്കൻഡ് സെമ്മിൽ വരുന്ന ഒരു കോഴ്സ് സബ്ജക്റ്റ് ആണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, അല്ലെ? അപ്പൊ ആ ഒരു സബ്ജക്റ്റിന്റെ എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നവരാണ് നിങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു എക്സാം പ്രിപ്പറേഷൻ ഈസി ആക്കുക, അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലൂടെ അതിന്റെ ഹൈ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ഏരിയാസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കി തരാനായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ പറയുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് വീഡിയോ. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് MCO06 അഥവാ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്ന സബ്ജക്റ്റിനെ കുറിച്ച് ഒരു പ്രഡിക്റ്റീവ് ആയിട്ടുള്ള ഒരു എക്സാം ഗൈഡാണ് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിലൂടെ നമ്മുടെ ആ ഒരു എക്സാം പാറ്റേൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ എങ്ങനെ നമുക്ക് ആ ഒരു എക്സാമിനെ പ്രസന്റ് ചെയ്യാം, ആൻസേഴ്സ് എങ്ങനെ പ്രസന്റ് ചെയ്യാം എന്നുള്ളതെല്ലാം നമ്മൾ ഇതിലൂടെ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഈസി ആക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഡിസംബർ 2024 എക്സാമിന് നിങ്ങളുടെ പ്രിപ്പറേഷൻ ക്ലിയർ കട്ട് ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ പറയുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് വീഡിയോ. അപ്പം ഇതിലൊരു ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ അപ്രോച്ച് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ സ്ട്രാറ്റജിക് ആയിട്ട് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരിക. ത്രൂ എന്താണ് നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻ ട്രെൻഡ് എന്താണെന്ന് മനസ്സിലാക്കി തരിക. അതുപോലെ തന്നെ റിപ്പീറ്റഡ് തീംസ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ടോപ്പിക്സ് ഏതൊക്കെയാണ്, ഹൈ പ്രോബബിലിറ്റി ടോപ്പിക്സ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ഏതൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കി തരിക എന്നുള്ളതും, അതുപോലെ തന്നെ എന്തൊക്കെയാണ് അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന എക്സാം എൻവയോൺമെന്റ് എങ്ങനെയുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഫോർമാറ്റ് എങ്ങനെയായിരിക്കും, മോഡൽ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ രീതിയിൽ വരാം, പ്രെഡിക്റ്റ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നുള്ളതെല്ലാം മനസ്സിലാക്കി തരുന്ന ഒരു അനാലിസിസ് ആണ് ഈ പറയുന്ന ഇഗ്നോ ഫോക്കസ് 3.0. അപ്പം ഇതിന്റെ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഈ ഒരു അനാലിസിസ് വീഡിയോയുടെ ഒരു സ്ട്രക്ചർ എന്ന് പറയുകയാണെങ്കിൽ പല ഏരിയാസിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. അപ്പൊ അതിന്റെ ഫസ്റ്റ് ഭാഗമാണ് ഇൻട്രൊഡക്ഷൻ എന്നുള്ളത്. ഓൾറെഡി പറഞ്ഞ പോലെ നിങ്ങൾ 1-2 ഫസ്റ്റ് സെമ്മിൽ എക്സാംസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളവരാണ്, സെക്കൻഡ് സെമ്മിൽ ഇപ്പോൾ ഓൾറെഡി 1-2 എക്സാംസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളവരായിരിക്കും. അപ്പൊ നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്നതാണ് എക്സാമിന്റെ പാറ്റേൺ എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിന്റെ ക്വസ്റ്റ്യൻസ് ഏത് ഫോർമാറ്റ് ആയിരിക്കും എന്നുള്ളത് അറിയാം. എങ്കിലും ആ ഒരു എക്സാമിന്റെ പാറ്റേൺ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിനെ എങ്ങനെ നമ്മൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കി തരുന്നതാണ് ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് സിലബസ് മാപ്പിംഗ് ആണ്. അതായത് നമ്മുടെ ഒരു സിലബസിനെ നമ്മൾ എങ്ങനെയാണ് ബ്ലോക്സ് ആയിട്ടും യൂണിറ്റ്സ് ആയിട്ടും ടോപ്പിക്സ് ആയിട്ടും ആ ഒരു എക്സാം റെലവൻസ് അനുസരിച്ച് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അത് ഏത് ബ്ലോക്കിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഏത് യൂണിറ്റ്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഏത് ടോപ്പിക്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ളത് അതിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് അനുസരിച്ച്, അല്ലെങ്കിൽ ആ ഒരു വെയിറ്റേജിന്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ് സിലബസ് മാപ്പിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി കമ്പാരൻസീവ് എക്സാം പാറ്റേൺ ആണ് നെക്സ്റ്റ് വരുന്നത്. അതിൽ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഫോർമാറ്റ് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക് ഡിസ്ട്രിബ്യൂഷൻ ട്രെൻഡ് എങ്ങനെയാണ് എന്നുള്ളത് പ്രീവിയസ് ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് മനസ്സിലാക്കി തരുന്നതാണ് ഈ പറയുന്ന കമ്പാരൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അനാലിസിസ് ആണ്. അതായത് നമുക്ക് ഓരോ ബ്ലോക്സിൽ നിന്നും അല്ലെങ്കിൽ ഓരോ യൂണിറ്റ്സിൽ നിന്നും ടോപ്പിക് വൈസ് ആയിട്ടും ഫ്രീക്വന്റ്ലി നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കി തരുന്നതാണ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അനാലിസിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ടോപ്പിക് പ്രോബബിലിറ്റി പ്രഡിക്ഷൻ അനാലിസിസ് പാർട്ടാണ്. അതായത് നമുക്ക് വരാൻ ചാൻസ് ഉള്ള, അല്ലെങ്കിൽ നമുക്ക് ഇനി വരുന്ന എക്സാമിന്, നിങ്ങൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന എക്സാമിന് വരാൻ സാധ്യതയുള്ള പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസ് ഏതൊക്കെയായിരിക്കും എന്നുള്ളത് പ്രഡിക്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു അനാലിസിസ് ആണ് ഈ ടോപ്പിക് പ്രോബബിലിറ്റി പ്രഡിക്ഷൻ അനാലിസിസ്. അതുപോലെ തന്നെ ഒരു പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് അവൈലബിൾ ആണ് വിത്ത് മോഡൽ ആൻസേഴ്സ് ആൻഡ് ഇവാലുവേഷൻ ക്രൈറ്റീരിയ.
അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ഇതിന്റെ ഒരു ഗൈഡ് എന്തിനാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എക്സാം ഗൈഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ എക്സാം പാറ്റേൺ അല്ലെങ്കിൽ ആ ഒരു ട്രെൻഡ് 2021 മുതൽ 2024 വരെ നമുക്ക് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ക്രിട്ടിക്കലി ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ഏതൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കി തരുന്നതിനും, അതുപോലെ തന്നെ നമ്മുടെ സിലബസ് നമ്മൾ വൃത്തിയായിട്ട് മനസ്സിലാക്കിയിരിക്കാൻ, അല്ലെങ്കിൽ ഏത് ബ്ലോക്കിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഏത് യൂണിറ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ളത് ഒരു കമ്പാരൻസീവ് കവറേജ് വന്നിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ എക്സാം ഫോക്കസിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ടും, അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പ്രഡിക്റ്റീവ് ഇൻസൈറ്റ്സ് അല്ലെങ്കിൽ ഈ പറയുന്ന എന്താണ് ഏതൊക്കെ ടോപ്പിക്കിലാണ് നമ്മൾ എഫിഷ്യന്റ് ആയിട്ട് സ്റ്റഡി പ്ലാൻ ചെയ്യേണ്ടത്, നമ്മുടെ ആ ഒരു സ്റ്റഡി പ്ലാനിങ് എഫക്റ്റീവ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമെല്ലാം ഇത്തരത്തിലൊരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഗൈഡ് നമുക്ക് യൂസ്ഫുൾ ആണ്. അപ്പം ഓൾറെഡി പറഞ്ഞ പോലെ ഇമ്പോർട്ടൻസ് ഓഫ് പ്രഡിക്റ്റീവ് അനാലിസിസ് അല്ലെങ്കിൽ മോഡൽ ആൻസേഴ്സിന്റെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഗൈഡിന്റെ യൂസ്ഫുൾ എന്ന് പറയുന്നത് നമുക്ക് നല്ല രീതിയിൽ എക്സാം പ്രിപ്പറേഷൻ അല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എക്സാം സ്ട്രെസ് ഫ്രീ ആയിട്ട് നമുക്ക് എക്സാം പ്രിപ്പറേഷനിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാർട്ടാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് അഥവാ ഇങ്ങനെ ഒരു പ്രഡിക്റ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ MCO 06ൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എവിടേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി തരുന്ന ഒരു ഭാഗമാണ് ഈ ഒരു അനാലിസിസ് വീഡിയോ. മാർക്കറ്റിംഗ് മാനേജ്മെന്റ് മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു സബ്ജക്ട് ഫോക്കസ് ചെയ്യുന്നത് ഫണ്ടമെന്റൽ ആൻഡ് ഇൻവോൾവിംഗ് കൺസെപ്റ്റുകളാണ് അല്ലെ, അല്ലെങ്കിൽ ബിസിനസ്സിൽ വരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ മാർക്കറ്റിംഗിൽ വരുന്ന കാര്യങ്ങളാണ് കൂടുതലും നമുക്ക് അതിൽ നോക്കാനായിട്ട് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഗൈഡ് അതിന്റെ ആ ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ഈ പറയുന്ന മാർക്കറ്റിംഗ് പ്രിൻസിപ്പിൾസ് എല്ലാം അപ്ലിക്കബിൾ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ റിയൽ വേൾഡ് സിനാരിയോസ് കൂടി കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ഈ ഒരു അനാലിസിസ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ സിലബസ് മാപ്പിംഗിലേക്ക് നോക്കുന്ന സമയത്ത് ഓരോ ബ്ലോക്ക് വൈസും യൂണിറ്റ് വൈസും ടോപ്പിക് വൈസും നമ്മൾ ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ട അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ബ്ലോക്ക് വൈസും യൂണിറ്റ് വൈസും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. യൂണിറ്റ് വൈസ് അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു മാർക്കറ്റിംഗ്, അതുപോലെ തന്നെ യൂണിറ്റ് 2 ആൻഡ് യൂണിറ്റ് 3 ഈ 3 യൂണിറ്റ്സിൽ നിന്ന് നമുക്ക് വരാൻ സാധ്യതയുള്ള ടോപ്പിക്സുകൾ അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട്. ഇതിലെ യൂണിറ്റ് 1 ആൻഡ് 3 ആണ് ഹൈലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂണിറ്റ്സുകളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അതായത് അതിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്താണ്, അതിന്റെ ഫിലോസഫീസ്, അതുപോലെ തന്നെ മാർക്കറ്റിംഗും സെല്ലിങ്ങും തമ്മിലുള്ള ഡിഫറൻസസ് ആൻഡ് ഇവാലുവേഷൻ. അതുപോലെ തന്നെ യൂണിറ്റ് 3യിൽ നിന്ന് മാർക്കറ്റിംഗ് റിസർച്ച് പ്രോസസ്സ്, MIS കമ്പോണൻസ്, ഇതെല്ലാം നമുക്ക് ഹൈലി ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ടോപ്പിക്സുകളാണ്. ഇത് 4 to 5 ടൈംസ് ആണ് നമുക്ക് എക്സാംസിന് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. യൂണിറ്റ് 2 മാർക്കറ്റിംഗ് എൻവയോൺമെന്റ് എന്ന യൂണിറ്റിൽ നിന്നും മൈക്രോ ആൻഡ് മാക്രോ എൻവയോൺമെന്റിനെ കുറിച്ച് അല്ലെങ്കിൽ റെഗുലേഷൻസ്, ഗവൺമെന്റ് റെഗുലേഷൻസിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു യൂണിറ്റിനെ നമ്മൾ മീഡിയം ഇമ്പോർട്ടൻസ് കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതുണ്ട്. യൂണിറ്റ് 4 അതുപോലെ തന്നെ യൂണിറ്റ് 5 ആൻഡ് യൂണിറ്റ് 6 ഈ 3 യൂണിറ്റിലേക്ക് നോക്കുന്ന സമയത്ത് യൂണിറ്റ് 4 ആൻഡ് 5 എന്ന് പറയുന്നത് ഓൾവേസ് എന്താണ് ഹൈലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. അതിൽ നിന്നും യൂണിറ്റ് 4 ബയർ ബിഹേവിയർ ആണ് അല്ലെങ്കിൽ നമ്മുടെ കൺസ്യൂമർ ബിഹേവിയർ ആണ് നമ്മൾ അതിൽ നോക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കൺസ്യൂമർ ഡിസിഷൻ പ്രോസസ്സിനെ കുറിച്ച്, കൾച്ചറൽ ആൻഡ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, ഇതെല്ലാം നമുക്ക് അതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമുക്ക് 6 ടൈംസ് ആണ് ആ ഒരു ക്വസ്റ്റ്യൻ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുള്ളത്. യൂണിറ്റ് 5 എന്ന് പറയുന്നതും ഓൾമോസ്റ്റ് ഈ പറയുന്ന ഹൈലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയിൽ വരുന്നത് തന്നെയാണ്. മാർക്കറ്റ് സെഗ്മെന്റേഷൻ, ബേസിസ് ഓഫ് സെഗ്മെന്റേഷൻ ഒക്കെയാണ് നമുക്ക് ആ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് അല്ലെങ്കിൽ ചോദിച്ചിട്ടുള്ളത്. യൂണിറ്റ് 6ലേക്ക് നോക്കുന്ന സമയത്ത് മാർക്കറ്റിംഗ്, ടാർഗറ്റിംഗ് ആൻഡ് പൊസിഷനിങ് ആണ് യൂണിറ്റ് 6 വരുന്നത്. അതിൽ ടാർഗറ്റ് മാർക്കറ്റ് ഇവാലുവേഷൻസ്, പൊസിഷനിങ് സ്ട്രാറ്റജീസ്, ഇതെല്ലാമാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. 4 ടൈംസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതൊരു മീഡിയം ഇമ്പോർട്ടൻസ് കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. യൂണിറ്റ് 7 പ്രൊഡക്റ്റ് കൺസെപ്റ്റുകളാണ് യൂണിറ്റ് 7. അതുപോലെ തന്നെ യൂണിറ്റ് 9 ബ്രാൻഡിംഗ് ആൻഡ് പാക്കേജിംഗ് സർവീസസ്. ഈ 2 യൂണിറ്റുകളും നമുക്ക് മീഡിയം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു യൂണിറ്റുകളാണ്. അതായത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഗൂഡ്സ്, പ്രൊഡക്റ്റ് മിക്സ്, സർവീസ് മാർക്കറ്റിംഗ് ചാലഞ്ചസ്, ഈ കാര്യങ്ങളെല്ലാം 3 ടൈംസ് ആണ് നമുക്ക് അപ്പിയർ ചെയ്ത് കണ്ടിട്ടുള്ളത്. ആൻഡ് ഓൾസോ ഈ പറയുന്ന യൂണിറ്റ് 9 ബ്രാൻഡിംഗിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ബ്രാൻഡിംഗ് ഡിസിഷൻസും ലേബലിംഗ് ഇമ്പോർട്ടൻസും ആണ് ഇതുവരെ നമുക്ക് 4 ടൈംസ് അപ്പിയർ ചെയ്ത് കണ്ടിട്ടുള്ളത്. ഇനി യൂണിറ്റ് 8 പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് ആൻഡ് PLC എന്നുള്ള ഭാഗത്ത് നിന്നും പ്രൊഡക്ഷൻ ഇന്നോവേഷൻ, പ്രൊഡക്ഷൻ പ്രോസസ്, ഡെവലപ്മെന്റ് പ്രോസസ്, പ്രൊഡക്ഷൻ ലൈഫ് സൈക്കിൾ, ഇതെല്ലാം 5 ടൈംസ് ആണ് നമുക്ക് എക്സാംസിന് അപ്പിയർ ചെയ്ത് കണ്ടിട്ടുള്ളത്. അപ്പോൾ കമ്പാരിറ്റീവ്ലി യൂണിറ്റ് 8 ആണ് നമുക്ക് കൂടുതലും ഈ പറയുന്ന ഹൈലി ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇനി ബ്ലോക്ക് 4 പ്രൈസിംഗ് ഡിസിഷൻ എന്നുള്ള ബ്ലോക്കിൽ നിന്നും 3 ബ്ലോക്സ് ആണ് നമുക്ക് 3 യൂണിറ്റുകളാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. യൂണിറ്റ് 10, 11 ആൻഡ് 12. ഇതിൽ യൂണിറ്റ് 10 ആണ് നമുക്ക് ഓൾമോസ്റ്റ് ഒരു ഹൈ ഇമ്പോർട്ടന്റ് കാറ്റഗറിയിൽ വരുന്നത്. പ്രൈസിംഗ് ഒബ്ജക്റ്റീവ്സ്, അതിൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പ്രൈസ്, അതുപോലെ തന്നെ മെത്തേഡ്സ് ഓഫ് പ്രൈസിംഗ് എല്ലാം നമ്മൾ നല്ല രീതിയിൽ എന്ത് ചെയ്യണം, ഈ പറയുന്ന
സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ആണ്. അത് 6 ടൈംസ് ആണ് നമുക്ക് എക്സാംസിന് അപ്പിയർ ചെയ്ത് കണ്ടിട്ടുള്ളത്. യൂണിറ്റ് 11 നോക്കുവാണെങ്കിൽ ഒരു മീഡിയം കാറ്റഗറിയിൽ വരുന്നതാണ്. അതായത് ഡിസ്കൗണ്ട്സിനെ കുറിച്ച്, അതുപോലെ തന്നെ ജിയോഗ്രഫിക്കൽ പ്രൈസിങ്, ഈ രണ്ട് കാര്യങ്ങളാണ്, ഈ രണ്ട് ടോപ്പിക്കുകളാണ് യൂണിറ്റ് 11ൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ്. 4 ടൈംസ് ആണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമുക്ക് ഈ ഒരു ടോപ്പിക്സ് അപ്പിയർ ചെയ്ത് കാണാനായിട്ട് സാധിക്കുന്നത്. യൂണിറ്റ് 12 റെഗുലേഷൻ ഓഫ് പ്രൈസസ് എന്ന യൂണിറ്റ്സിൽ നിന്നും കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, അതുപോലെ തന്നെ റെഗുലേറ്ററി ആക്ടിനെ കുറിച്ചുള്ള ടോപ്പിക്കുകളിൽ നിന്നും ക്വസ്റ്റ്യൻസ് 2 ടൈംസ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതൊരു ലോവർ കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്ന യൂണിറ്റ് ആണ്. ഇനി നെക്സ്റ്റ് നമുക്ക് ബ്ലോക്ക് 5ലേക്ക് നോക്കുമ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഡിസിഷൻസ് എന്ന ബ്ലോക്കിൽ നിന്നും 3 യൂണിറ്റുകളാണ് എഗെയിൻ വരുന്നത്. ഇതിൽ യൂണിറ്റ് 30 ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് എന്നത് ഹൈലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്. അതിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ടൈപ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ചാനൽസ്, ചാനൽ കോൺഫ്ലിക്റ്റുകൾ. 5 ടൈംസ് ആണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമുക്ക് ഇത് അപ്പിയർ ചെയ്ത് കാണുന്നത്. യൂണിറ്റ് 14 ആൻഡ് 15 എന്നുള്ളത് ഒരു മീഡിയം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട യൂണിറ്റ്സുകളാണ്. അതിൽ യൂണിറ്റ് 14 നോക്കുവാണെങ്കിൽ റോൾ ആൻഡ് ഫങ്ഷൻസ് ഓഫ് മിഡിൽ മാൻ നമുക്ക് ചോദിച്ചിട്ടുള്ളത് 3 ടൈംസ് ആണ്. യൂണിറ്റ് 15 മാർക്കറ്റിംഗ് ലോജിസ്റ്റിക്സ് ആണ്. അതിൽ ടോട്ടൽ സിസ്റ്റം അപ്രോച്ച്, ഇൻവെന്ററി കൺട്രോൾ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് 4 ടൈംസ് ആണ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് അപ്പിയർ ചെയ്ത് കണ്ടിട്ടുള്ളത്. ബ്ലോക്ക് 6ലേക്ക് നോക്കുന്ന സമയത്ത് പ്രൊമോഷൻ ഡിസിഷൻസും അതുപോലെ തന്നെ എമർജിംഗ് ഇഷ്യൂസ് ഇൻ ബിസിനസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു ബ്ലോക്കിൽ പഠിക്കുന്നത്. അപ്പൊ അതിൽ നമുക്ക് 4 യൂണിറ്റുകളാണ് വരുന്നത്. യൂണിറ്റ് 16, 17, 18 ആൻഡ് 19. അപ്പൊ ഇതിൽ നമുക്ക് നോക്കുവാണെങ്കിൽ 2 ബ്ലോക്കുകൾ ഈക്വലി എന്താണ് ഹൈലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ 2 ബ്ലോക്കുകൾ മീഡിയം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ബ്ലോക്കുകളുമാണ്. അപ്പം അതിൽ ഹൈലി ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന യൂണിറ്റുകളാണ് യൂണിറ്റ് 16 ആൻഡ് യൂണിറ്റ് 18 മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് അഡ്വർടൈസിംഗ് ആൻഡ് പബ്ലിസിറ്റി. അതിൽ മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ എന്ന ഭാഗത്ത് നിന്നും പ്രൊമോഷൻ മിക്സ്, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് പ്രൊമോഷൻ ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ 6 ടൈംസ് ആണ് അത് അപ്പിയർ ചെയ്ത് കണ്ടിട്ടുള്ളത്. യൂണിറ്റ് 18 അഡ്വർടൈസിംഗ് ആൻഡ് പബ്ലിസിറ്റി എന്ന ഭാഗത്ത് നിന്നും ഒബ്ജക്റ്റീവ്സ് ഓഫ് അഡ്വർടൈസിംഗ്, മീഡിയ സെലക്ഷൻ അതിന്റെ കാര്യങ്ങൾ, അത് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ നമുക്ക് 5 ടൈംസ് ആണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുള്ളത്. യൂണിറ്റ് 17 ആൻഡ് 19 എന്ന് പറയുന്നത് പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് പ്രൊമോഷനും അതുപോലെ തന്നെ എമർജിംഗ് ഇഷ്യൂസ് ഇൻ മാർക്കറ്റിംഗുമാണ്. അതിൽ നിന്നും സെയിൽസ് പ്രൊമോഷൻ ഒബ്ജക്റ്റീവ്സ്, സെല്ലിംഗ് പ്രോസസ്സ്, അതുപോലെ തന്നെ ഇന്റർനെറ്റ് മാർക്കറ്റിംഗ്, ഗ്രീൻ മാർക്കറ്റിംഗ്, റൂറൽ മാർക്കറ്റിംഗ് ഇതെല്ലാം നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. 4 to 3 ടൈംസ് ആണ് ഈ 2 യൂണിറ്റ്സിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 2 യൂണിറ്റുകൾ നമ്മളൊരു മീഡിയം ഇമ്പോർട്ടൻസിന്റെ കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്കൊരു ഹിസ്റ്റോറിക്കൽ ട്രെൻഡ് അല്ലെങ്കിൽ നമുക്കിപ്പം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിൽ നിന്നും നമുക്ക് ആ ഒരു ഹിസ്റ്റോറിക്കൽ ട്രെൻഡ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നും ഹൈലി ഫ്രീക്വൻസി ടോപ്പിക്സ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ് കൺസ്യൂമർ ഡിസിഷൻ പ്രോസസ്, അതുപോലെ തന്നെ ബയർ ബിഹേവിയർ അല്ലെ, യൂണിറ്റ് 4. ഇതിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ഹൈ ഫ്രീക്വന്റ്ലി ടോപ്പിക്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത് കൺസ്യൂമർ ഡിസിഷൻ പ്രോസസ് ആൻഡ് കൺസ്യൂമർ ബയർ ബിഹേവിയർ ആണ്, യൂണിറ്റ് 4. അതുപോലെ തന്നെ മാർക്കറ്റ് സെഗ്മെന്റേഷൻ ആൻഡ് ടാർഗറ്റിംഗ്, യൂണിറ്റ് 5 and 6. അതുപോലെ പ്രൈസിംഗ് മെത്തേഡ്സ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്, യൂണിറ്റ് 10 and 11. മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് അഡ്വർടൈസിംഗ്, യൂണിറ്റ് 16 and 18. ഇത്രയും യൂണിറ്റുകളാണ് ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ ഹൈലി ഫ്രീക്വന്റ്ലി അല്ലെങ്കിൽ ഹൈലി ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടി വരുന്നത്.
ഇനി ലോവർ ഫ്രീക്വൻസി ടോപ്പിക്സ് എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ റെഗുലേറ്ററി ആസ്പെക്ട്സ് ഓഫ് പ്രൈസിംഗ് യൂണിറ്റ് 12, എമേർജിംഗ് മാർക്കറ്റിംഗ് ട്രെൻഡ്സ് യൂണിറ്റ് 19, ഈ രണ്ട് യൂണിറ്റുകളും ലോവർ ഫ്രീക്വൻസി ടോപ്പിക്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടതാണ്. ഇനി കൺസിസ്റ്റന്റ് ഫോക്കസ് ഏരിയ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഒരു എന്താണ് ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്ന ഏരിയാസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതാണ് മാർക്കറ്റിംഗ് ഫണ്ടമെന്റൽസ് ബ്ലോക്ക് 1, അതുപോലെ തന്നെ കൺസ്യൂമർ സെൻട്രിക് സ്ട്രാറ്റജീസ് ബ്ലോക്ക് 2, പ്രൊഡക്റ്റ് ആൻഡ് പ്രൈസിംഗ് ഡിസിഷൻസ് ബ്ലോക്ക് 3 ആൻഡ് 4ഉം ഈക്വലി കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതാണ്. അപ്പം ഓൾറെഡി പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് ബൈ ബ്ലോക്ക്, ഓരോ ബ്ലോക്കിൽ നിന്ന് നമുക്ക് വരാൻ സാധ്യതയില്ല അല്ലെങ്കിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള രീതിക്ക് നമുക്ക് ഇവിടെ ഒരു ബാർ ഗ്രാഫ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് ഈക്വലി മോർ ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നത് ബ്ലോക്ക് 2ൽ നിന്നുമാണ്. ദെൻ നമ്മൾ ഹൈലി ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ബ്ലോക്ക് 6 ആണ്. ആ ഒരു കാറ്റഗറി അല്ലെങ്കിൽ ഈ ഒരു ഇമ്പോർട്ടൻസ് അനുസരിച്ച് തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കാം. അപ്പം ആ ഒരു ടോപ്പിക് ഇമ്പോർട്ടൻസ് പൈ ചാർട്ട് പ്രകാരം നമ്മൾ സെഗ്മെന്റ് ചെയ്തിട്ടുള്ളത് ഹൈലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ വിത്ത് 3 സ്റ്റാർ 45% എന്നും മീഡിയം സ്റ്റാർ അല്ലെങ്കിൽ മീഡിയം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ടോപ്പിക്സ് 2 സ്റ്റാർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ദെൻ ലോ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ടോപ്പിക്സ് ആണെങ്കിൽ അതിന് 1 സ്റ്റാർ വിത്ത് 15% എന്നുള്ള രീതിക്കാണ് ഇവിടെ നമുക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പം ഈ ഒരു വിഷ്വൽസ് നിങ്ങളെ നല്ല രീതിയിൽ എവിടെ നമുക്ക് സ്റ്റഡി ഫോക്കസ് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഈ പറയുന്ന എന്താണ് ഒരു ഗ്രാഫിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ്. ഇനി ഒരു കമ്പാരൻസീവ് നമ്മൾ നെക്സ്റ്റ് ഏരിയയിലേക്ക് നോക്കുന്ന സമയത്ത് കമ്പാരൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് എന്നുള്ള രീതിയിലേക്ക് നോക്കുമ്പോൾ ക്വസ്റ്റ്യൻ ഫോർമാറ്റുകളാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം ഓൾറെഡി എക്സാംസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളവരാണ് എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഷോർട്ട് നോട്ട്സും നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പം ആ ഒരു എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ പറയുന്ന ലോങ് ഫോം റെസ്പോൺസസ് ആയിരിക്കും അല്ലെ, അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻസ് അവൈലബിൾ ആയിട്ടുള്ള ക്രിട്ടിക്കൽ അനാലിസിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഡിസ്കസ് ദ ലൈഫ് സ്ട്രെച്ചിങ് സ്ട്രാറ്റജീസ് അഡോപ്റ്റഡ് ഫോർ എ കൺസ്യൂമർ product when its sales starts declining. Why are product innovations necessary? അതാണ് ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അതായത് നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ വെച്ചുകൊണ്ട് ആ ഒരു കൺസ്യൂമർ പ്രൊഡക്റ്റിന്റെ അല്ലെങ്കിൽ ആ ഒരു സെയിൽ എന്താണ് ഡിക്ലൈൻ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ട സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ് എന്നുള്ളതും എന്താണ് ആ ഒരു പ്രൊഡക്റ്റ് ഇന്നോവേഷൻസിന്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളതുമാണ് നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്തു പോകേണ്ടത്. അതൊരു എസ്എ ക്വസ്റ്റ്യൻ ആയിട്ടാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ അവിടെ എങ്ങനെയായിരിക്കണം? കൺസൈൻസ് എക്സ്പ്ലനേഷൻസ് ആയിരിക്കണം, അല്ലെങ്കിൽ കമ്പാരിസൺസ് ആയിട്ട് വരാവുന്ന ക്വസ്റ്റ്യൻസും നമുക്ക് ഷോർട്ട് നോട്ട് കാറ്റഗറിയിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. എക്സാമ്പിൾ പറയുവാണെങ്കിൽ റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ചാനൽ കോൺഫ്ലിക്റ്റ്. ചാനൽ കോൺഫ്ലിക്റ്റ് എന്താണെന്നും അത് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളുമാണ് നമ്മൾ ഇവിടെ പ്രസന്റ് ചെയ്ത് പോകേണ്ടത്. ഇനി ക്രിട്ടിക്സ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നെക്സ്റ്റ് ഫോം ഓഫ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. അതിൽ നോക്കുവാണെങ്കിൽ ഇവാലുവേഷൻ ടൈപ്പ് അല്ലെങ്കിൽ ഡിസ്കഷൻ വരുന്ന അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റിനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓഫൻ ഇൻവോൾവിംഗ് എന്താണ് പ്രോസ് ആൻഡ് കോൺസ്, അതിന്റെ അഡ്വാൻറ്റേജസ് ആവാം, ലിമിറ്റേഷൻസ് ആവാം, ഇതെല്ലാം അപ്ലിക്കേഷൻ ലെവലിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാവുന്നതാണ് ഈ പറയുന്ന ക്രിട്ടിക്സ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ്. എക്സാമ്പിൾ പറയുവാണെങ്കിൽ ക്രിട്ടിക്കലി എക്സാമിൻ വേരിയസ് ഫേസസ് ഓഫ് കൺസ്യൂമറിസം ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ കൺസ്യൂമറിസത്തിൽ വരുന്ന വേരിയസ് ഫേസസ് എന്തൊക്കെയാണ് എന്നുള്ളത് ക്രിട്ടിക്കലി എക്സാമിൻ ചെയ്യാനായിട്ടാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. കേസ് സ്റ്റഡി എന്ന് പറയുമ്പോൾ അപ്ലിക്കേഷൻ ലെവലാണ്, അതായത് അപ്ലിക്കേഷൻ ഓഫ് തിയറട്ടിക്കൽ കൺസെപ്റ്റ്സ് അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ റിയൽ ലൈഫ് സിനാരിയോസിൽ വിത്ത് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പ്രസന്റ് ചെയ്യുന്നതിനെയാണ് ഈ പറയുന്ന കേസ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. ബട്ട് ഇവിടെ നമുക്ക് ലെസ് ഫ്രീക്വന്റ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു കേസ് സ്റ്റഡി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യം കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളായിരുന്നു അല്ലെ, ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ബ്ലോക്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന യൂണിറ്റ്സ് അല്ലെങ്കിൽ ആ ഒരു ഇമ്പോർട്ടന്റിന്റെ ഇതനുസരിച്ച് നമ്മൾ യൂണിറ്റ്സിനെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അത് ഇനി ഒരു ബ്ലോക്ക് വൈസ് അല്ലെങ്കിൽ ഒരു യൂണിറ്റ് കവറേജ് ട്രെൻഡ് എന്നുള്ള രീതിക്ക് നോക്കുവാണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ബ്ലോക്ക് 1ൽ നിന്നും യൂണിറ്റ് 1 to 3 ആ ഒരു 3 യൂണിറ്റ്സിന് നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് പ്രതീക്ഷിക്കാം. എസ്എ ക്വസ്റ്റ്യൻസും ക്രിട്ടിക് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ആണ് ആ ഒരു യൂണിറ്റിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ബ്ലോക്ക് 2 യൂണിറ്റ് 4 to 6 ആണ്. ആ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് again ഈ പറയുന്ന എസ്എ ക്വസ്റ്റ്യൻസും ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസും പ്രതീക്ഷിക്കാവുന്നതാണ്. ബ്ലോക്ക് 3യിലേക്ക് നോക്കുന്ന സമയത്ത് യൂണിറ്റ് 7 to 9 പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ, പ്രൊഡക്റ്റ് ഇന്നോവേഷൻ, ബ്രാൻഡിംഗ്, ഇത് റിലേറ്റ് ചെയ്ത് നമുക്ക് എസ്സേസ് ആൻഡ് ക്രിട്ടിക്സ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് പ്രതീക്ഷിക്കാവുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന ബ്ലോക്ക് 6 യൂണിറ്റ് 16 ആൻഡ് 19ൽ നിന്നും മാർക്കറ്റിംഗ്, കമ്മ്യൂണിക്കേഷൻ, അഡ്വർടൈസിംഗ്, ഗ്രീൻ മാർക്കറ്റിംഗ്, ഇത് റിലേറ്റ് ചെയ്തിട്ടും എസ്എ ക്വസ്റ്റ്യൻസും ക്രിട്ടിക്സും പ്രതീക്ഷിക്കാവുന്നതാണ്. ഷോർട്ട് നോട്ട്സും അതുപോലെ തന്നെ എസ്എ ക്വസ്റ്റ്യൻസും പ്രതീക്ഷിക്കാവുന്ന ബ്ലോക്കുകളാണ് ബ്ലോക്ക് 5 യൂണിറ്റ് 13 to 15, അതുപോലെ തന്നെ ബ്ലോക്ക് 4 യൂണിറ്റ് 10 to 12 ആൻഡ് ഓൾസോ യൂണിറ്റ്
ബ്ലോക്ക് 2 യൂണിറ്റ് 4 to 6 ഇത്രയും ഭാഗത്ത് നിന്ന് നമുക്ക് എസ് എ ക്വസ്റ്റ്യൻസും ഷോർട്ട് നോട്ട് കാറ്റഗറി ക്വസ്റ്റ്യൻസും പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പം ഒരു റീസെന്റ് ട്രെൻഡ് അനുസരിച്ച് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കൺസ്യൂമർ ഓറിയന്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ലൈക്ക് ബൈയിങ് ബിഹേവിയർ, സെഗ്മെന്റേഷൻ, അതുപോലെ തന്നെ ഈ ഗ്രാജുവൽ ഇൻക്ലൂഷൻ ഓഫ് എമർജിംഗ് ഏരിയാസ് ലൈക്ക് ഇന്റർനെറ്റ്, ഗ്രീൻ മാർക്കറ്റിംഗ്, ഈ ഒരു കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു റീസെന്റ് ട്രെൻഡിൽ നമുക്ക് കൂടുതലും കാണാനായിട്ട് സാധിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ഇനി നമ്മൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ട്രെൻഡിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മളിപ്പം ടോപ്പിക് വൈസ് ഉള്ള കാര്യങ്ങളായിരുന്നു നോക്കിയിരുന്നത്. ഇനി ഒരു മാർക്ക് വൈസ് ഡിസ്ട്രിബ്യൂഷനിലേക്ക് നോക്കുന്ന സമയത്ത് ബ്ലോക്ക് 1ൽ നിന്നും നമുക്ക് ഒരു ആവറേജ് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നത് 18% ആണ്. ബ്ലോക്ക് 2ലേക്ക് നോക്കുമ്പോൾ 20%, ബ്ലോക്ക് 3ലേക്ക് നോക്കുമ്പോൾ 16%, ബ്ലോക്ക് 4 20%, ബ്ലോക്ക് 5 14% ആൻഡ് ബ്ലോക്ക് 6 12%. കമ്പാരിറ്റീവ്ലി ഏറ്റവും കുറവ് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നത് ബ്ലോക്ക് 6 ആണ്. ഏറ്റവും കൂടുതൽ മാർക്സ് സ്കോർ ചെയ്യാൻ സാധിക്കുന്നത് ബ്ലോക്ക് 2 ആൻഡ് ബ്ലോക്ക് 4 ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഓൾറെഡി ഈ കാണിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഈ പറയുന്ന ഓരോ ബ്ലോക്ക് വൈസ് ആയിട്ടുള്ളത് നമുക്കൊരു പൈ ഡയഗ്രാം ആയിട്ട് ഇവിടെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഹിസ്റ്റോറിക്കൽ ഫോക്കസ് ട്രെൻഡ്സ്, അതായത് ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസിന്റെ ബേസിസിൽ നമ്മളൊരു ലൈൻ ഗ്രാഫ് അല്ലെങ്കിൽ ഈ പറയുന്ന ഓരോ ബ്ലോക്സിന്റെയും ഫ്രീക്വന്റ്ലി വരുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മളൊരു ഗ്രാഫ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ ഇവിടെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്, ബ്ലോക്ക് 1 to 6 എന്നുള്ള രീതിക്ക്. അതിൽ നിന്ന് നമുക്കൊരു പ്രിപ്പറേഷനിലേക്കുള്ള സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം അല്ലെങ്കിൽ എവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളതിന്റെ ഒരു സമ്മറി ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുമെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ആയിട്ട് വരുന്നത് പ്രയോറിറ്റൈസ് ഹൈ ഈൽഡ് ബ്ലോക്ക്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ബ്ലോക്സ് എന്ന് പറയുന്നത് ബ്ലോക്ക് 2 ആൻഡ് ബ്ലോക്ക് 4 തന്നെയാണ്. ഈ രണ്ട് ബ്ലോക്സും മോസ്റ്റ്ലി വെയിറ്റേജ് നമുക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി മാസ്റ്റർ കോർ, അതിൽ വരുന്ന ഒരു മാസ്റ്റർ കോർ ടോപ്പിക്കുകളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് മാർക്കറ്റിംഗ് ഫിലോസഫീസ്. ബ്ലോക്ക് 1ൽ നിന്നുള്ള മാർക്കറ്റിംഗ് ഫിലോസഫീസ്, കൺസ്യൂമർ ബൈയിങ് പ്രോസസ് ആൻഡ് സെഗ്മെന്റേഷൻ, ബ്ലോക്ക് 2. പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ ആൻഡ് ബ്രാൻഡിംഗ്, ബ്ലോക്ക് 3. ഈ 3 ടോപ്പിക്സുകളും മാസ്റ്റർ കോർ ടോപ്പിക്സുകളായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി അഡാപ്റ്റ് ടു ട്രെൻഡ് എന്നുള്ള രീതിക്ക്, അതായത് ഈ പറയുന്ന ബ്ലോക്ക് 6ൽ നിന്ന് വരുന്ന ഗ്രീൻ മാർക്കറ്റിംഗ്, ഇന്റർനെറ്റ് മാർക്കറ്റിംഗ്, ഈ ഭാഗങ്ങളിൽ നിന്നും നമുക്ക് ആ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി നമ്മൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അനാലിസിസ്, അതായത് ഓരോ ബ്ലോക്സിൽ നിന്നും യൂണിറ്റ്സിൽ നിന്നും അല്ലെങ്കിൽ ടോപ്പിക് വൈസ് വരുന്ന റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അനാലിസിസിലേക്ക് കടക്കുവാണെങ്കിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ബ്ലോക്ക് 1 നോക്കുവാണെങ്കിൽ യൂണിറ്റ് 1, അതിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ഇവാലുവേഷൻ പ്രോസസ് ഓഫ് മാർക്കറ്റിംഗ് ഫിലോസഫി, ഹൗ ഈസ് മാർക്കറ്റിംഗ് പ്രോസസ് ഹാൻഡിൽഡ്. എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു മാർക്കറ്റിംഗ് ഫിലോസഫിയുടെ പ്രോസസ് അത് ഇവാലുവേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെ അതൊരു മാർക്കറ്റിംഗ് പ്രോസസ് ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളത്. അത് നമുക്ക് യൂണിറ്റ് 1ൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. 20 മാർക്സിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മാർക്കറ്റിംഗ് എൻവയോൺമെന്റ് എന്ന യൂണിറ്റിൽ നിന്നും യൂണിറ്റ് 2ൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദി ഇൻഫ്ലുവൻസ് ഓഫ് മൈക്രോ ആൻഡ് മാക്രോ എൻവയോൺമെന്റ് ഓൺ മാർക്കറ്റിംഗ് പ്രോസസ്. മൈക്രോ ആൻഡ് മാക്രോ എൻവയോൺമെന്റിന്റെ ആ ഒരു മാർക്കറ്റിംഗ് പ്രോസസ്സിലുള്ള ഇമ്പോർട്ടൻസ് തന്നെയാണ് ഇവിടെ നമ്മൾ പ്രസന്റ് ചെയ്യേണ്ടത്. അതും 20 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 3 ടൈംസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. ഇനി ബ്ലോക്ക് 2 യൂണിറ്റ് 4ൽ നിന്ന് നമുക്ക് വരാൻ ചാൻസ് ഇട്ടുള്ള അല്ലെങ്കിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ കൺസ്യൂമർ ബൈയിങ് ഡിസിഷൻ പ്രോസസ്. വിത്ത് എക്സാമ്പിൾസ് തന്നെ ആ ഒരു
ഒരു കൺസ്യൂമർ ബൈയിങ് ഡിസിഷൻ പ്രോസസ്സ് എന്താണെന്നുള്ളത് നമ്മൾ അവിടെ പ്രസന്റ് ചെയ്യേണ്ടതുണ്ട്. അതും 20 മാർക്സിന് ചോദിക്കാവുന്നതാണ്. ഇനി നമുക്ക് യൂണിറ്റ് 5 നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ് വാട്ട് ആർ ദ ബേസിസ് ഓഫ് സെഗ്മെന്റിംഗ് മാർക്കറ്റ് ഓഫ് ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ്. അല്ല, ഒരു സെഗ്മെന്റേഷൻ റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വൈ ഈ സെഗ്മെന്റ് ഈസ് ഇമ്പോർട്ടന്റ്? സെഗ്മെന്റേഷൻ എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് ആവുന്നത് മാർക്കറ്റിംഗിൽ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? വിത്ത് എക്സാമ്പിൾ തന്നെ, അല്ലെങ്കിൽ നമുക്ക് റിയൽ ലൈഫ് സിനാരിയോസ് വെച്ച് കണക്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എഴുതാവുന്നതാണ്. അതും 20 മാർക്സിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി ബ്ലോക്ക് 3 യൂണിറ്റ് 8ൽ നിന്ന് പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് എന്ന യൂണിറ്റിൽ നിന്ന് നമുക്ക് വരാവുന്ന ക്വസ്റ്റ്യൻ ആണ് സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്. അത് വിത്ത് എക്സാമ്പിൾ തന്നെ പ്രസന്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. 20 മാർക്സിനാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. യൂണിറ്റ് 9 ബ്രാൻഡിംഗ് ആൻഡ് പാക്കേജിംഗ് ആണ്. അതിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ് വൈ ഷുഡ് എ കമ്പനി ബ്രാൻഡ് എ പ്രൊഡക്റ്റ്? എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്തിനാണ് ഒരു പ്രൊഡക്റ്റിനെ നമ്മൾ ബ്രാൻഡഡ് ആക്കി മാറ്റുന്നത്? അതിന്റെ ബ്രാൻഡ് ഐഡന്റിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ ഇമേജ്, പൊസിഷൻ വിത്ത് എക്സാമ്പിൾ, അതായത് നമ്മളൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിക്ക് തന്നെ നമ്മൾ അത് എക്സ്പ്ലെയിൻ ചെയ്തു പോകണം. അതും 20 മാർക്സിന് ചോദിച്ചിട്ടുള്ളതാണ്. ബ്ലോക്ക് 4ലേക്ക് നോക്കുന്ന സമയത്ത് യൂണിറ്റ് 10 ആൻഡ് യൂണിറ്റ് 11 നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. യൂണിറ്റ് 10ലേക്ക് നോക്കുന്ന സമയത്ത് എക്സ്പ്ലെയിൻ ഒബ്ജക്റ്റീവ്സ് ആൻഡ് മെത്തേഡ്സ് ഓഫ് പ്രൈസിംഗ് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ്. അതിന്റെ ഒബ്ജക്റ്റീവ്സും മെത്തേഡ്സും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. വിത്ത് എക്സാമ്പിൾ തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതും 20 മാർക്സിന് ചോദിച്ചിട്ടുള്ളതാണ്. യൂണിറ്റ് 11ൽ നിന്നും നമുക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു ഡിസ്കസ് വേരിയസ് ജിയോഗ്രഫിക്കൽ പ്രൈസിംഗ് സ്ട്രാറ്റജീസ് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ജിയോഗ്രഫിക്കൽ പ്രൈസിംഗ് സ്ട്രാറ്റജീസ് ആണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. ഇതും 20 മാർക്സിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 3 ടൈംസ് ആണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമുക്ക് അപ്പിയർ ചെയ്തിട്ട് കാണാൻ പറ്റുന്നത്. ഇനി ഡിസ്ട്രിബ്യൂഷൻസ് ചാനൽ, അതായത് ബ്ലോക്ക് 5ൽ നിന്നും യൂണിറ്റ് 30ൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദി റോൾ ഓഫ് ഇന്റർമീഡിയറീസ് ഇൻ ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രൊഡക്ട്സ്. ഇന്റർമീഡിയറീസിന്റെ റോൾ എന്താണ്? എങ്ങനെയാണ് ആ ഒരു ഇന്റർമീഡിയറീസിനെ എലിമിനേറ്റഡ് ആക്കുന്നത്, അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുമോ എന്നുള്ളതാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അതൊരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. 20 മാർക്സിനാണ് ആ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഇനി ബ്ലോക്ക് 6 യൂണിറ്റ് 16ൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ആർ ദ വേരിയസ് കമ്പോണൻസ് ഓഫ് പ്രൊമോഷൻ മിക്സ്? എന്താണ് പ്രൊമോഷൻ മിക്സ് എന്നും അതിന്റെ എലമെന്റ്സ് അല്ലെങ്കിൽ കമ്പോണൻസ് എന്തൊക്കെയാണ്, അതിന്റെ റെലവൻസ് എത്രത്തോളം മാർക്കറ്റിംഗിലുണ്ട് എന്നുള്ള രീതിക്ക് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ബ്ലോക്ക് 6ൽ നിന്ന് നമുക്ക് വന്നിട്ടുള്ളത്. 5 ടൈംസ് ആണ് അത് അപ്പിയർ ചെയ്തിട്ടുള്ളത്. 20 മാർക്സിനാണ് നമുക്കത് വന്നിട്ടുള്ളത്. യൂണിറ്റ് 18ൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് അഡ്വർടൈസിംഗ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ആയിക്കോട്ടെ, എന്താണ് അഡ്വർടൈസിംഗ് എന്നും അതിന്റെ ഒബ്ജക്റ്റീവ്സും എങ്ങനെയാണ് നമ്മൾ അതിൽ ഡിഫറെന്റ് പ്രൊഡക്ട്സിന് ഡിഫറെന്റ് സെലക്ഷൻ മീഡിയാസ് സെലക്ട് ചെയ്യുന്നത് എന്നുള്ളതുമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇത്രയാണ് നമ്മളൊരു ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഈ ഒരു അനാലിസിസിൽ നിന്നും നമുക്ക് ഹൈ ഫ്രീക്വന്റ്ലി യൂണിറ്റ്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നത് യൂണിറ്റ് 4, അതുപോലെ തന്നെ ബൈയിങ് ബിഹേവിയർ, യൂണിറ്റ് 5 മാർക്കറ്റിംഗ് സെഗ്മെന്റേഷൻ, യൂണിറ്റ് 10 പ്രൈസിംഗ് ഒബ്ജക്റ്റീവ്സ്, യൂണിറ്റ് 16 മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ. ഇനി ഒരു കോമൺ തീംസ്, അല്ലെങ്കിൽ നമുക്ക് കൂടുതലും കോമൺ ആയിട്ട് നമുക്ക് കണ്ടുവരുന്ന ഒരു ഏരിയാസ് എന്ന് പറയുവാണെങ്കിൽ ബ്ലോക്ക് 1 to 6ൽ നിന്നും മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് എന്ന കാര്യങ്ങൾ നമ്മൾ നോക്കി പോകേണ്ടതുണ്ട്. ആൻഡ് കൺസ്യൂമർ ആൻഡ് മാർക്കറ്റ് ഫോക്കസ്ഡ് ടോപ്പിക്സ്, അതായത് ബ്ലോക്ക് 2ൽ നിന്ന് നമുക്ക് മാർക്കറ്റ് അതുപോലെ തന്നെ കൺസ്യൂമർ ഫോക്കസ് ചെയ്ത് വരുന്ന ടോപ്പിക്സുകൾ, ആൻഡ് ഓൾസോ എന്താണ് പ്രൊഡക്റ്റ് ആൻഡ് പ്രൈസിംഗ് സ്ട്രാറ്റജീസ്, ബ്ലോക്ക് 3 and 4ൽ വരുന്ന പ്രൊഡക്റ്റ് ആൻഡ് പ്രൈസിംഗ് സ്ട്രാറ്റജീസ് നമ്മൾ മസ്റ്റ് ആയിട്ട് നോക്കിയിരിക്കേണ്ട ഭാഗങ്ങളാണ്. അപ്പം ഒരു മാർക്ക് അലോക്കേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു പെർസെൻറ്റേജ് വൈസ് ആയിട്ട്. അപ്പം അതിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ മാർക്കറ്റിംഗ് ഫിലോസഫീസ് എന്ന ഭാഗത്ത് നിന്നും നമുക്ക് 20 മാർക്കിനാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാ ഏരിയാസിൽ നിന്നും നമുക്ക് കൂടുതലും 20 മാർക്സിന് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഏരിയാസ് അല്ലെങ്കിൽ ടോപ്പിക്സ് ആണ് മാർക്കറ്റിംഗ് ഫിലോസഫീസ്, കൺസ്യൂമർ ബൈയിങ് ഡിസിഷൻ പ്രോസസ്, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് സെഗ്മെന്റേഷൻ, ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്, പ്രൈസിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് മെത്തേഡ്സ്, പ്രൊമോഷൻ മിക്സ്. ഇതെല്ലാം നമുക്ക് 20 മാർക്സ് ആവറേജ് മാർക്സ് അലോക്കേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകളാണ്. അപ്പം ഇനി ഒരു ഹൈ ഫ്രീക്വന്റി ഏരിയാസ് എന്നുള്ള രീതിക്ക് നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് അഥവാ യൂണിറ്റ്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നത് എഗെയിൻ ഇത് തന്നെയാണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതായിരുന്നു യൂണിറ്റ് 4 ബൈയിങ് ബിഹേവിയർ ആൻഡ് യൂണിറ്റ് 10 പ്രൈസിംഗ് ഒബ്ജക്റ്റീവ്സ്. ഇനി ഒരു എസ്എ കൺസെപ്റ്റ്, അല്ലെങ്കിൽ നമുക്കൊരു എസ്എ എന്നുള്ള രീതിക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഹൈ വെയിറ്റേജ് പ്രൊവൈഡ് ചെയ്യുന്ന ബ്ലോക്ക് 4 ആൻഡ് ബ്ലോക്ക് 6. ബ്ലോക്ക് 4ൽ നിന്നും ബ്ലോക്ക് 6ൽ നിന്നും മസ്റ്റ് ആയിട്ട് നമുക്ക് എസ്എ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്.
ഒരു ലിവറേജ് പാറ്റേൺ, അതായത് ഈ പറയുന്ന കൺസ്യൂമർ ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ പ്രൈസിംഗ് സ്ട്രാറ്റജീസ്, ഇതെല്ലാം നമുക്ക് കൺസിസ്റ്റന്റ്ലി എക്സാംസിന് അപ്പിയർ ചെയ്ത് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നമ്മൾ നെക്സ്റ്റ് ഇതിലൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ടൈം മാനേജ്മെന്റ് തന്നെയാണ്. അതായത് നമ്മൾ കൂടുതലും റിവിഷൻ കൊടുത്തു പോകാനായിട്ട് ശ്രമിക്കുക. അതായത് ഈ പറയുന്ന 20 മാർക്സ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ബ്ലോക്കുകളിലേക്ക് കൂടുതൽ റിവിഷൻ ടൈം കൊടുത്തു പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ ടോപ്പിക് പ്രോബബിലിറ്റി അല്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന അപ്കമിങ് എക്സാംസിന് പ്രതീക്ഷിക്കാവുന്ന ടോപ്പിക് പ്രോബബിലിറ്റി അല്ലെങ്കിൽ ഒരു പ്രഡിക്ഷൻ അനാലിസിസ് എന്നുള്ള രീതിയിലേക്ക് പോവുകയാണെങ്കിൽ ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ തന്നെ ബ്ലോക്ക് 1 യൂണിറ്റ് 1ൽ നിന്നും ഏതാണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഫിലോസഫീസ്, അത് ഫ്രീക്വന്റ്ലി നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഫൗണ്ടേഷണൽ കൺസെപ്റ്റുകൾ അല്ലെങ്കിൽ ഇവാലുവേഷൻ ആൻഡ് ഫിലോസഫീസ്, ഇതെല്ലാം എന്താണ് നമുക്ക് കൂടുതൽ ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. അപ്പം ഹൈലി ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന യൂണിറ്റുകൾ തന്നെയാണ് ഈ പറയുന്ന യൂണിറ്റ് 1, അതുപോലെ തന്നെ യൂണിറ്റ് 4 ആൻഡ് ബ്ലോക്ക് 2ൽ നിന്നുള്ള യൂണിറ്റ് 5, അതുപോലെ ബ്ലോക്ക് 3ൽ നിന്നും യൂണിറ്റ് 8. ഇത് ഹൈലി ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട യൂണിറ്റുകളാണ്. യൂണിറ്റ് 1ൽ നിന്നും നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഫിലോസഫീസ് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും വരാൻ സാധ്യതയുള്ളത്. യൂണിറ്റ് 4ലേക്ക് നോക്കുന്ന സമയത്ത് കൺസ്യൂമർ ബൈയിങ് ഡിസിഷൻ പ്രോസസ് റിലേറ്റ് ചെയ്തിട്ട് വരാം. അതുപോലെ തന്നെ ബ്ലോക്ക് 3ൽ നിന്നും യൂണിറ്റ് 8ലേക്ക് നോക്കുന്ന സമയത്ത് ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് പ്രോസസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് വരാൻ ചാൻസ് ഉള്ളത്. ഇനി ഒരു മീഡിയം റേഞ്ച് ഓഫ് ഇമ്പോർട്ടൻസ് അനുസരിച്ച് നമ്മൾ നോക്കി പോകേണ്ട യൂണിറ്റുകളാണ് യൂണിറ്റ് 2 ബ്ലോക്ക് 1 യൂണിറ്റ് 2 മാർക്കറ്റിംഗ് എൻവയോൺമെന്റ്, അതിൽ മൈക്രോ ആൻഡ് മാക്രോ എൻവയോൺമെന്റ് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ. ആൻഡ് ഓൾസോ യൂണിറ്റ് 9 ബ്രാൻഡിംഗ് ആൻഡ് പാക്കേജിംഗ്, അതിൽ നമുക്ക് ബ്രാൻഡിംഗ് ഡിസിഷൻസ് ആൻഡ് സ്ട്രാറ്റജീസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അതുപോലെ തന്നെ നമുക്ക് ഹൈലി ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന മറ്റു യൂണിറ്റുകളാണ് യൂണിറ്റ് 10 ബ്ലോക്ക് 4ൽ നിന്നുള്ള യൂണിറ്റ് 10, അതുപോലെ ബ്ലോക്ക് 5ൽ നിന്നും യൂണിറ്റ് 13 ആൻഡ് യൂണിറ്റ് 16, ബ്ലോക്ക് 6ൽ നിന്നും യൂണിറ്റ് 16, അതുപോലെ ഇത്രയാണ് നമ്മുടെ ഹൈലി ഇമ്പോർട്ടന്റ് കാറ്റഗറിയിൽ വരുന്നത്. അപ്പം ബ്ലോക്ക് 4 യൂണിറ്റ് 10ലേക്ക് നോക്കുന്ന സമയത്ത് പ്രൈസിംഗ് ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ അതിന്റെ മെത്തേഡ്സ് എന്തൊക്കെയാണ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രൈസിംഗ് എന്താണ് എന്നുള്ളതായിരിക്കും ചോദിക്കുന്നുണ്ടാവുക, കൂടുതൽ വരാൻ ചാൻസ് ഉള്ളത്. അതുപോലെ തന്നെ ഈ ബ്ലോക്ക് 5 യൂണിറ്റ് 13 നോക്കുകയാണെങ്കിൽ റോൾ ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഇന്റർമീഡിയറീസ് നമുക്ക് വരാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക് ആണ്. അതുപോലെ യൂണിറ്റ് 16 ബ്ലോക്ക് 6 യൂണിറ്റ് 16ൽ നിന്നും കമ്പോണൻസ് ഓഫ് പ്രൊമോഷൻ മിക്സും ഹൈലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇനി മീഡിയം ലെവലിലേക്ക് വരുന്ന സമയത്ത് ബ്ലോക്ക് 4 യൂണിറ്റ് 11ൽ നിന്നും ജിയോഗ്രഫിക്കൽ പ്രൈസിംഗ് എന്ന യൂണിറ്റിൽ നിന്നും ടൈപ്സ് ആൻഡ് ഇമ്പോർട്ടൻസ്, അതിന്റെ ടൈപ്സ് ആൻഡ് ഇമ്പോർട്ടൻസ് നമുക്ക് ഷോർട്ട് നോട്ട്സുകളായിട്ട് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ യൂണിറ്റ് 18 അഡ്വർടൈസിംഗ് ഒബ്ജക്റ്റീവ്സിൽ നിന്ന് നമുക്ക് എന്താണ് മീഡിയ സെലക്ഷൻ ഫോർ പ്രൊഡക്ട്സ് എന്നുള്ള രീതിയിൽ ആ ഒരു ടോപ്പിക് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ പറയുന്ന എന്താണ് ഫ്രീക്വന്റ്ലി നമ്മൾ അപ്പിയർ ചെയ്ത ആ ഒരു ഭാഗം കാണുന്നുണ്ട്. ഇതിൽ ലോവർ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് യൂണിറ്റ് 19 എമേർജിംഗ് ഇഷ്യൂസിൽ നിന്നുള്ളതാണ്. ഗ്രീൻ മാർക്കറ്റിംഗ്, ഇന്റർനെറ്റ് മാർക്കറ്റിംഗ്, ഇത് റിലേറ്റ് ചെയ്താണ് നമുക്ക് വരുന്നത്. പ്രോബബിലിറ്റി റേറ്റിംഗ് എന്നുള്ള രീതിക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ 3 സ്റ്റാർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഓൾറെഡി ഞാൻ പറഞ്ഞ പോലെ ഹൈ ഫ്രീക്വൻസി ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഹൈ ഫ്രീക്വൻസി ആയിട്ടുള്ള ടോപ്പിക്സുകൾക്കാണ്. മീഡിയം ആണെങ്കിൽ 2 സ്റ്റാർ ആണ്, 1 സ്റ്റാർ വിത്ത് ലോ ലൈക്ലി യൂസ്ഫുൾ,
ടു നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു സ്റ്റാർ അവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പം ഒരു സ്റ്റഡി പ്രയോറിറ്റി ലിസ്റ്റ് എന്നുള്ള രീതിക്ക് നമ്മൾ പറയുവാണെങ്കിൽ ഹൈ പ്രയോറിറ്റി ടോപ്പിക്സ് ആയിട്ട് നിങ്ങൾ മസ്റ്റ് ആയിട്ടും നിങ്ങളുടെ സ്റ്റഡീസിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ടോപ്പിക്സ് ആയിട്ട് നമ്മൾ പറയുന്നത് മാർക്കറ്റിംഗ് ഫിലോസഫീസ് ബ്ലോക്ക് 1 യൂണിറ്റ് 1, കൺസ്യൂമർ ബൈയിങ് ഡിസിഷൻ പ്രോസസ് ബ്ലോക്ക് 2 യൂണിറ്റ് 4, അതുപോലെ തന്നെ ബേസിസ് ഓഫ് മാർക്കറ്റ് സെഗ്മെന്റേഷൻ ബ്ലോക്ക് 2 യൂണിറ്റ് 5, അതുപോലെ ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് പ്രോസസ് ബ്ലോക്ക് 3 യൂണിറ്റ് 8, ആൻഡ് പ്രൈസിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് മെത്തേഡ്സ് ബ്ലോക്ക് 4 യൂണിറ്റ് 10, പ്രൊമോഷൻ മിക്സ് ആൻഡ് കമ്പോണൻസ് ബ്ലോക്ക് 6 യൂണിറ്റ് 16. ഇത്രയും കാര്യങ്ങളാണ് ഹൈ പ്രയോറിറ്റി ടോപ്പിക്സ് ആയിട്ട് നമ്മൾ നോക്കി പോകേണ്ടത്. ഇനി ദെൻ നമ്മൾ മീഡിയം പ്രയോറിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ടോപ്പിക്കുകളാണ് മൈക്രോ ആൻഡ് മാക്രോ എൻവയോൺമെന്റ് ബ്ലോക്ക് 1 നിന്നും അഗെയിൻ യൂണിറ്റ് 2, ബ്രാൻഡിംഗ് സ്ട്രാറ്റജീസ് ബ്ലോക്ക് 3 യൂണിറ്റ് 9, ജിയോഗ്രഫിക്കൽ പ്രൈസിംഗ് അതായത് ബ്ലോക്ക് 4 യൂണിറ്റ് 11, അഡ്വർടൈസിംഗ് മീഡിയ സെലക്ഷൻ ബ്ലോക്ക് 6 യൂണിറ്റ് 18. ഇത്രയും നമ്മുടെ മീഡിയം പ്രയോറിറ്റി ടോപ്പിക്സുകളാണ്. ലോവർ പ്രയോറിറ്റി ടോപ്പിക്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നത് ബ്ലോക്ക് 6 നിന്ന് യൂണിറ്റ് 18 ഗ്രീൻ മാർക്കറ്റിംഗ് എന്ന ഭാഗമാണ്. അപ്പം ഇതിന്റെ ഒരു പ്രഡിക്ഷൻസ് എന്നുള്ള രീതിക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഹിസ്റ്റോറിക്കൽ ട്രെൻഡ് അനുസരിച്ച് നമ്മൾ എന്താണ് ബൈയിങ് ബിഹേവിയറും അതുപോലെ തന്നെ കൺസിസ്റ്റന്റ്ലി നമുക്ക് കണ്ടുവരുന്ന കാര്യങ്ങളാണ് പ്രൈസിംഗ് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളും ബൈയിങ് ബിഹേവിയർ റിലേറ്റ് ചെയ്ത് വരുന്ന ടോപ്പിക്കുകളും. അതുപോലെ തന്നെ ഗ്രീൻ മാർക്കറ്റിംഗ് അതുപോലെ എൻവയോൺമെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ, അതായത് ഗ്രീൻ മാർക്കറ്റിംഗ് ഇമ്പോർട്ടൻസ് വരാൻ സാധ്യതയുണ്ട്. അതായത് നമുക്ക് ഇനി ചോദിക്കാവുന്ന ഒരു ഏരിയ ആണ്, പക്ഷെ ലോവർ പ്രയോറിറ്റി ഏരിയാസിലാണ് വരുന്നതെങ്കിലും ഇനി നമുക്ക് ചോദിക്കാനുണ്ട് അല്ലെങ്കിൽ റീസെന്റ് ട്രെൻഡ് അനുസരിച്ച് വിത്ത് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ്. ഇനി ഒരു ബാലൻസ്ഡ് കവറേജ് എന്നുള്ള രീതിക്ക് നോക്കുകയാണെങ്കിൽ മാർക്കറ്റിംഗ് സെഗ്മെന്റേഷൻ അല്ലെങ്കിൽ എന്താണ് മാർക്കറ്റിംഗ് പ്രോസസ്സുകളെ കുറിച്ചൊക്കെ നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കിയിരിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പം ഒരു സ്ട്രാറ്റജിക് സ്റ്റഡി റെക്കമെൻഡേഷൻ എന്നുള്ള രീതിക്ക് പറയുന്നത് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യേണ്ടതുണ്ട്, ഹൈലി പ്രോബബിലിറ്റി അല്ലെങ്കിൽ പ്രോബബിൾ ആയിട്ടുള്ള ടോപ്പിക്സിൽ അല്ലെങ്കിൽ ഹൈലി ഫ്രീക്വന്റ്ലി നമുക്ക് ചോദിച്ചു കാണുന്ന ടോപ്പിക്സിൽ നമ്മൾ കൂടുതൽ സമയം അല്ലെങ്കിൽ ലൈക്ക് ബൈയിങ് ബിഹേവിയർ, പ്രൈസിംഗ് ഒബ്ജക്റ്റീവ്സ് അങ്ങനത്തെ ടോപ്പിക്സുകളിലൊക്കെ നമ്മൾ റിവിഷൻ കൂടുതൽ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്ന ഭാഗങ്ങളിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുക. അതായത് ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് നമ്മൾ എഴുതി തന്നെ പ്രിപ്പയർ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. അതായത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക, എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ഓൾസോ നമ്മൾ എമർജിംഗ് ഇഷ്യൂസിനെ കുറിച്ച് നല്ല രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. ഇപ്പൊ സപ്പോസ് ഇപ്പം പറയുന്ന എന്തെങ്കിലും ഇപ്പൊ ഗ്രീൻ മാർക്കറ്റിംഗ് റിലേറ്റ് ചെയ്തൊക്കെ നമുക്ക് എഴുതി പോകണമെങ്കിൽ നമ്മൾ ക്ലിയർലി എമർജിംഗ് ഇഷ്യൂസ് എന്താണെന്നുള്ളത് റിവ്യൂ ആയിട്ട് തന്നെ നമ്മൾ ക്ലിയർ ആയി മനസ്സിലാക്കിയിരിക്കുക. ഇനി നിങ്ങൾക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്കറിയാം 100 മാർക്സിനായിരിക്കും നമ്മുടെ എക്സാം ഉണ്ടാവുക. നമ്മൾ സ്കോർ ചെയ്യേണ്ടത് 40 മാർക്സ് ആണ്. ടൈം എന്ന് പറയുന്നത് 3 അവേഴ്സ് ആണ്. നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും, ആൻസർ ഇനി 5 ക്വസ്റ്റ്യൻസ് ആയിരിക്കും അല്ലെ, 5 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഓൾ ക്വസ്റ്റ്യൻസ് ക്യാരി ഈക്വൽ മാർക്സ്, അതായത് ഒരു ക്വസ്റ്റ്യന് 20 മാർക്ക് വെച്ചായിരിക്കും നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പം അതിന്റെ ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള രീതിക്ക് നമുക്ക് 20 മാർക്സിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ദി ഇവാലുവേഷൻ ഓഫ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഫിലോസഫീസ്. മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഫിലോസഫീസ് റിലേറ്റ് ചെയ്ത് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ഷിഫ്റ്റ്, അതായത് പ്രൊഡക്ഷൻ ടു സൊസൈറ്റിയൽ കൺസെപ്റ്റ് വരെയുള്ള ഒരു ഷിഫ്റ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളത് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് അതിന്റെ ഇവാലുവേഷൻ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ റെലവൻസ് ഓഫ് മാർക്കറ്റിംഗ് ഫിലോസഫീസ് ഇന്ത്യൻ കോണ്ടെസ്റ്റിൽ അല്ലെങ്കിൽ ഇന്ത്യൻ കോണ്ടെസ്റ്റിൽ അതിന്റെ എത്രത്തോളം അതിന്റെ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് വിത്ത് എക്സാമ്പിൾ തന്നെ പ്രസന്റ് ചെയ്യാനായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി 20 മാർക്സിന് തന്നെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ് എലാബറേറ്റ് ഓൺ കൺസ്യൂമർ ബൈയിങ് ഡിസിഷൻ പ്രോസസ്. എന്താണ് കൺസ്യൂമർ ഡിസിഷൻ പ്രോസസ് എന്നുള്ളതും അത് എങ്ങനെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുക വിത്ത് സ്റ്റേജസ്, അതിന്റെ സ്റ്റേജസ് എക്സ്പ്ലെയിൻ ചെയ്യുക വിത്ത് എക്സാമ്പിൾ. അതാണ് നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഓൾസോ സൈക്കോളജിക്കൽ ആൻഡ് കൾച്ചറൽ ഫാക്ടേഴ്സ് അല്ലെ, ഒരു ബൈയിങ് ബിഹേവിയറിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ ഒരു 20 മാർക്സിന് ചോദിച്ച് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് നോക്കുന്നത് മാർക്കറ്റ് സെഗ്മെന്റേഷൻ റിലേറ്റ് ചെയ്ത് നമുക്ക് 20 മാർക്സിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് നമ്മൾ എന്ത് ചെയ്യണം, സെഗ്മെന്റിങ്ങിന്റെ അല്ലെങ്കിൽ മാർക്കറ്റ് സെഗ്മെന്റ് എങ്ങനെയാണ് നമ്മൾ ഒരു കൺസ്യൂമർ ഗൂഡ്സിന്റെ അല്ലെങ്കിൽ ആ ഒരു സെഗ്മെന്റേഷൻ നമ്മൾ എങ്ങനെയാണ് നടത്തുന്നത്, അതിന്റെ ബേസിസ് എന്തൊക്കെയാണ്, എന്തിന്റെയൊക്കെ ബേസിസിലാണ് നമ്മൾ ഈ ഒരു മാർക്കറ്റ് സെഗ്മെന്റേഷൻ കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ വൈ ഈ സെഗ്മെന്റേഷൻ ക്രിട്ടിക്കൽ ഇൻ ഡെവലപ്പിംഗ് എ കോമ്പറ്റേറ്റീവ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. നമ്മളൊരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യുന്നതിൽ എത്രത്തോളം ഈ ഒരു സെഗ്മെന്റേഷന് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ് ഇല്ലുസ്ട്രേറ്റ് വിത്ത് എക്സാമ്പിൾ ആണ് നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്, അതായത് പ്രസന്റ് ചെയ്യാനായിട്ട് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 4 നോക്കുകയാണെങ്കിൽ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് പ്രോസസ് ആണ്. ഒരു ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതിൽ എന്തെല്ലാം പ്രോസസ്സ് വരുന്നുണ്ട്, അതിന്റെ സ്റ്റെപ്സ്
എന്തൊക്കെയാണ് എന്നുള്ളതും എന്തുകൊണ്ടാണ് ന്യൂ പ്രൊഡക്റ്റ് ഫെയിൽ ആവുന്നത്, അത് നമ്മൾ സക്സസ് ആവുന്നതിന് അല്ലെങ്കിൽ ആ ഒരു അതിലേക്കുള്ള ഒരു പ്രൊഡക്റ്റ് ഫെയിലിയർ അല്ലെങ്കിൽ ആ ഒരു റിസ്ക് നമ്മൾ കുറയ്ക്കാനായിട്ട് എന്തെല്ലാം സ്ട്രാറ്റജീസ് ആണ് നമുക്ക് സജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ളതാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ ഒബ്ജക്റ്റീവ്സ്, അതായത് പ്രൈസിങ് റിലേറ്റ് ചെയ്ത് വരുന്നതാണ് അതിന്റെ ഒബ്ജക്റ്റീവ്സ്. അതുപോലെ തന്നെ പ്രൈസിങ് സ്ട്രാറ്റജീസ് ഇൻ കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്സ് ആണ് നമുക്കിതിൽ വരുന്നത്. പ്രൈസിങ് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം. അതുപോലെ തന്നെ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ മാർക്കറ്റ് സ്കിമ്മിങ്, അതുപോലെ മാർക്കറ്റ് സ്കിമ്മിങ് പ്രൈസിങ്ങും മാർക്കറ്റ് പെനട്രേഷൻ പ്രൈസിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് വിത്ത് എക്സാമ്പിൾ തന്നെ പ്രസന്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 6 നോക്കുവാണെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ. മോഡേൺ മാർക്കറ്റിംഗിൽ എത്രത്തോളം ഡിസ്ട്രിബ്യൂഷൻ ചാനലിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഡിസ്കസ് ദി ചലഞ്ചസ് ഓഫ് ചാനൽ കോൺഫ്ലിക്റ്റ്. ചാനൽ കോൺഫ്ലിക്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിയിരിക്കുക. അതെങ്ങനെ നമ്മൾ മാനേജ് ചെയ്യുന്നു, ഇഫക്റ്റീവ്ലി മാനേജ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് 20 മാർക്സിന് ചോദിച്ചിട്ടുള്ളതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 7ലേക്ക് നോക്കുവാണെങ്കിൽ മേജർ കമ്പോണൻസ് ഓഫ് പ്രൊമോഷൻ മിക്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തൊക്കെയാണ് അതിന്റെ കമ്പോണൻസ്, അത് എത്രത്തോളം നമ്മുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിൽ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് നമ്മൾ പ്രസന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആൻഡ് ഓൾസോ അതിൽ തന്നെ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഹൗ ക്യാൻ എ കമ്പനി ഇവാലുവേറ്റ് ദി ഇഫക്റ്റീവ്നെസ് ഓഫ് ഇറ്റ്സ് പ്രൊമോഷണൽ കമ്പാൻസ്. അതായത് എങ്ങനെ ഒരു കമ്പനിക്ക് ആ ഒരു പ്രൊമോഷണൽ അല്ലെങ്കിൽ അതിന്റെ പ്രൊമോഷൻ റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, അത് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 8 നമുക്ക് വരുന്നത് എന്താണ്, ഇന്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ അഥവാ IMC റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. വൈ ഇറ്റ് ഈസ് ഗെയിനിങ് സിഗ്നിഫിക്കൻസ് ഇൻ ഡിജിറ്റൽ എറ, അതിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ അതിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്. റോൾ ഓഫ് സോഷ്യൽ മീഡിയ, അതിൽ തന്നെ നമുക്ക് വരുന്ന ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയയുടെ റോൾ എന്ന് പറയുന്നത്. അതായത് ഒരു ബ്രാൻഡ് നമ്മൾ സസ്റ്റെയിൻ ചെയ്ത് പോകുന്നതിൽ എത്രത്തോളം സോഷ്യൽ മീഡിയക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതും നമുക്ക് 20 മാർക്സിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി എന്താണ് ഗ്രീൻ മാർക്കറ്റിംഗ് എന്നുള്ളതും അതിന്റെ ഇമ്പോർട്ടൻസ്, ചലഞ്ചസ്, ഇതെല്ലാം അതെങ്ങനെ നമ്മൾ ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് എന്തൊക്കെയാണ് എന്നുള്ളതും, അതുപോലെ തന്നെ കമ്പനീസ് അലൈൻ ഗ്രീൻ മാർക്കറ്റിംഗ് വിത്ത് പ്രോഫിറ്റബിലിറ്റി ഒബ്ജക്റ്റീവ്സ് ഇല്ലുസ്ട്രേറ്റ് വിത്ത് എക്സാമ്പിൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് നമ്മൾ ഒരു കമ്പനിയിൽ ഗ്രീൻ മാർക്കറ്റിംഗ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് വിത്ത് പ്രോഫിറ്റബിലിറ്റി ഒബ്ജക്റ്റീവ്സിലേക്ക് എത്തുന്ന സമയത്ത് അത് എങ്ങനെയാണ് എന്നുള്ളത് ഇല്ലുസ്ട്രേറ്റ് ചെയ്യുക, അതായത് എക്സാമ്പിളോട് കൂടി തന്നെ പ്രസന്റ് ചെയ്യാൻ നമുക്ക് 20 മാർക്സിന് ചോദിക്കാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിൽ ഡിസ്ക്രൈബ് ദി സിഗ്നിഫിക്കൻസ് ഓഫ് മാർക്കറ്റിംഗ് ലോജിസ്റ്റിക്സ് ആണ്. അതായത് കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ കോസ്റ്റ് എഫിഷ്യൻസി അച്ചീവ് ചെയ്യുന്നതിൽ എത്രത്തോളം മാർക്കറ്റിംഗ് ലോജിസ്റ്റിക്സിന് ഇമ്പോർട്ടന്റ് ഉണ്ട് എന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ടോട്ടൽ സിസ്റ്റം അപ്രോച്ച് ടു മാർക്കറ്റിംഗ് ലോജിസ്റ്റിക്സ് വിത്ത് എക്സാമ്പിൾ. അതായത് ടോട്ടൽ സിസ്റ്റം അപ്രോച്ച് എന്താണ്, അതിന് നമ്മൾ എങ്ങനെയാണ് അത് മാർക്കറ്റിംഗ് എക്സാമ്പിളോട് കൂടി തന്നെ പ്രസന്റ് ചെയ്യാനായിട്ട് നമുക്ക് 20 മാർക്സിന് ചോദിക്കാവുന്നതാണ്. അപ്പം ഇത്രയാണ് നമ്മുടെ ഒരു പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പം ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഏകദേശം നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷൻ ഈസി ആക്കാനായിട്ട് സാധിക്കും. ഏത് ബ്ലോക്കിലാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഏത് യൂണിറ്റ്സിലാണ് നമ്മൾ കൂടുതൽ സ്റ്റഡി ടൈം ഫോക്കസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് ഫ്രീക്വന്റ്ലി റിപ്പീറ്റഡ് ആയിട്ട് കാണുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആക്കിക്കൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നല്ല രീതിയിൽ എക്സാംസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി PG MBA ഒക്കെ നേടാം. 22ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺവൈസിൽ അവൈലബിൾ ആണ്. കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും. ലേൺവൈസിൽ നിന്ന് മുമ്പ് പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഒട്ടും സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.